ഹായ് എവരി വൺ, ഗുഡ് മോർണിംഗ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി സെക്കൻഡ് ബികോം സ്റ്റുഡൻസിൻ്റെ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ഈസ് ഡബിൾ എൻട്രി സിസ്റ്റം? ആൻസർ: ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് ഇൻ അക്കൗണ്ടിംഗ് ഈസ് എ സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് വെയർ എവറി എൻട്രി ടു എൻ അക്കൗണ്ട് റിക്വയേഴ്സ് എ കറസ്പോണ്ടിങ് ആൻഡ് ഓപ്പോസിറ്റ് എൻട്രി ടു എ ഡിഫറെൻറ്റ് അക്കൗണ്ട്. The double entry system has two equal and corresponding sides known as debit and credit. അതായത് ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷനും 2 ഈവൻസ് ആണ് ഉള്ളത്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. Business entity concept states that the business is separate from the owner or owners of the business. Therefore, the accounting records for even the simplest business, the sole trader, must be kept separate from the personal affairs of the owner or owners. അതായത് ഒരു ബിസിനസ്സും അതിൻ്റെ ഓണറും എന്താണ്, സെപ്പറേറ്റ് ആണ്. രണ്ടും രണ്ട് പാർട്ടീസാണ്. ബിസിനസ്സിനെ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. ഇതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹയർ പർച്ചേസ് സിസ്റ്റം? ആൻസർ: ഹയർ പർച്ചേസ് ഈസ് എൻ എഗ്രിമെൻറ്റ് ഫോർ ബൈയിങ് എക്സ്പെൻസീവ് കൺസ്യൂമർ ഗുഡ്സ് വെയർ ദ ബയർ മേക്സ് എൻ ഇനീഷ്യൽ ഡൗൺ പേയ്മെൻറ്റ് ആൻഡ് പേയ്സ് ദ ബാലൻസ് പ്ലസ് ഇൻട്രസ്റ്റ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ്. വിത്ത് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്സ്, the ownership of the merchandise is not officially transferred to the buyer until all the payments have been made. അതായത് ഇറ്റ് ഈസ് എൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ ഹയർ പർച്ചേസർ ആൻഡ് ഹയർ വെൻഡർ. ഹയർ പർച്ചേസറും ഹയർ വെൻഡറും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റാണ് ഹയർ പർച്ചേസ് ബിസിനസ്. അതായത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗുഡ്സ് വാങ്ങുന്ന സമയത്ത് ചെറിയൊരു എമൗണ്ട് എഗ്രിമെൻ്റ് സൈൻ ചെയ്യുന്ന ഡേറ്റിന് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്നത് ഇൻസ്റ്റാൾമെൻറ്റായി ടുഗദർ വിത്ത് ഇൻട്രസ്റ്റോടുകൂടി ഇൻസ്റ്റാൾമെൻറ്റായി പേ ചെയ്ത് കൊള്ളാം എന്നുള്ള എഗ്രിമെൻ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്തതിന് ശേഷം മാത്രമേ അതിൻ്റെ ഓണർഷിപ്പ് ഈ സെല്ലർ ബയർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച്? Answer: the branches that can keep their accounts themselves and sell goods that are sent by the head office as well as those purchased by themselves are known as independent branches. അതായത് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് എന്താണ്, ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അവർ അവരുടേതായിട്ടുള്ള സ്വന്തം എന്നുള്ള രീതിയിൽ അവരെന്താണ്, അവരുടെ അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യുന്നതും കീപ്പ് ചെയ്യുന്നതും ഒക്കെ ആരാണ്, ആ ബ്രാഞ്ചാണ്. അപ്പോൾ ഇതാണ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച്, ഡിപ്പെൻഡ് ചെയ്യാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പാർഷ്യൽ അണ്ടർറൈറ്റിംഗ്? പാർഷ്യൽ അണ്ടർറൈറ്റിംഗ് മീൻസ് when a part of the issue of shares or debentures is underwritten by one person only. In such a case, only a part of the whole issue is underwritten only by one underwriter and the balance amount is deemed to have been underwritten by the company itself. അതായത് 2 ടൈപ്സ് ഓഫ് അണ്ടർറൈറ്റിംഗ് ആയിരുന്നു, ഫുൾ അണ്ടർറൈറ്റിംഗ് അതേപോലെ പാർഷ്യൽ അണ്ടർറൈറ്റിംഗ്. കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് ഫുൾ അണ്ടർറൈറ്റ് ചെയ്യുന്നതാണ് ഫുൾ അണ്ടർറൈറ്റിംഗ്. പിന്നെ അതിൻ്റെ ഒരു ഭാഗം കമ്പനി തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നത്, ബാക്കി ഒരു ഭാഗം കുറച്ച് ഷെയർസ് മാത്രം, എ പാർട്ട് ഓഫ് ദ ഷെയർസ് ഓർ ഡിബെഞ്ചേഴ്സ് ആണ് അണ്ടർറൈറ്റ് ചെയ്യുന്നതാണ് പാർഷ്യൽ അണ്ടർറൈറ്റിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് നോൺ ബാങ്കിങ് അസറ്റ്സ്? Non-banking assets, therefore, are those financial assets acquired by the bank to settle the debts. When a borrower is unable to repay the amount of the loan in cash and in place of that offers an asset to the bank, this is known as a non-banking asset. അതായത് ഒരു ബാങ്ക് അതിൻ്റെ ഡെറ്റ്സ്, കടം സെറ്റിൽ ചെയ്യാൻ വേണ്ടി നേടിയെടുക്കുന്നതാണ്. അയാൾക്ക് പൈസ അടക്കാൻ പറ്റിയില്ലെങ്കിൽ, ആ ലോൺ എടുത്ത വ്യക്തി, അപ്പോൾ അയാൾക്ക് പൈസ അടക്കാൻ പറ്റിയില്ലെങ്കിൽ അയാൾ വെച്ചിരിക്കുന്ന അസറ്റ്, പണയം വെച്ചിരിക്കുന്ന അസറ്റ് ബാങ്ക് വാങ്ങും. അപ്പോൾ ഈ രീതിയിലുള്ള അസറ്റാണ് നോൺ ബാങ്കിങ് അസറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെൻഷൻ എനി 2 റൈറ്റ്സ് ഓഫ് ഹയർ പർച്ചേസ്. ആൻസർ: റൈറ്റ് ടു കോപ്പി സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റിംഗ് ടു ഹിസ് ഫിനാൻഷ്യൽ പൊസിഷൻ. നെക്സ്റ്റ്, റൈറ്റ് ടു അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെൻറ്റ്സ്. Right to apply for an order for goods to be removed.
നെക്സ്റ്റ് റൈറ്റ് ടു അസൈൻ, നെക്സ്റ്റ് റൈറ്റ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ, നെക്സ്റ്റ് റൈറ്റ് ടു ഏർലി കംപ്ലീഷൻ ഓഫ് അഗ്രിമെൻറ്റ്സ്, നെക്സ്റ്റ് റൈറ്റ് ടു ടെർമിനേറ്റ് അഗ്രിമെൻറ്റ്, നെക്സ്റ്റ് റൈറ്റ് ഓൺ റീപൊസിഷൻ ബൈ ഓണർ. ഇതൊക്കെ എന്താണ്? ഈ ഹയർ പർച്ചേസിൽ വരുന്ന റൈറ്റ്സ് ആണ്, ഹയററുടെ റൈറ്റ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ എറേഴ്സ് ഓഫ് കമ്മീഷൻ. Errors of commission are sometimes also called false positives. They refer to instances in which someone or something is erroneously included for consideration when they or it should have been excluded. അതായത് എറേഴ്സ് ഓഫ് കമ്മീഷൻ ക്ലറിക്കൽ എറേഴ്സ് ആണ്. ക്ലർക്ക് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തെറ്റായി റെക്കോർഡ് ചെയ്തു പോകുന്നതാണ് എറേഴ്സ് ഓഫ് കമ്മീഷൻ. ഫോർ എക്സാമ്പിൾ, ₹618 ഇൻസ്റ്റഡ് ഓഫ് 680, അതായത് 680 പകരം 618 എന്ന് റെക്കോർഡ് ചെയ്തു പോകുക. അപ്പോൾ ഈ രീതിയിലൊക്കെയുള്ള തെറ്റാണ് എറേഴ്സ് ഓഫ് കമ്മീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡിവിസിബിൾ പ്രോഫിറ്റ്? ആൻസർ, പ്രോഫിറ്റ് ഓർ എ പോർഷൻ ഓഫ് പ്രോഫിറ്റ് that can be legally distributed as a dividend to the shareholders is known as divisible profit. All profit of the company is not divisible and number of factors should be considered while determining divisible profit of the company. അതായത് ഡിവിസിബിൾ പ്രോഫിറ്റ് എന്നത് പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ആസ് ഡിവിഡൻ്റ് ആണ്. ഡിവിഡൻ്റായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോഫിറ്റാണ് ഡിവിസിബിൾ പ്രോഫിറ്റ്. Next question, what is dividend? Dividend refers to a reward, cash or otherwise, that a company gives to its shareholders. Dividend can be issued in various forms such as cash payment, stocks or any other form. Dividend is usually a part of the profit that the company shares with its shareholders. അതായത് ഡിവിഡൻറ്റ് എന്നത് ഒരു കമ്പനിയുടെ പ്രോഫിറ്റ്, ആ പ്രോഫിറ്റിൽ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഭാഗമാണ് ഡിവിഡൻറ്റ്. അതായത് ഷെയർ ഹോൾഡേഴ്സ് അവർ ഇൻവെസ്റ്റ് ചെയ്ത പൈസക്ക് അവർക്ക് കിട്ടുന്ന കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ പാർട്ടാണ് ഡിവിഡൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഒരു വെയിറ്റേജിൻ്റെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയി. ഇനി ഇതിൻ്റെ ബാക്കി പോർഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.